ഹായ് ഓൾ, വെൽക്കം ടു ചാനൽ ചാറ്റ് വിത്ത് ആതിര. ഇന്നത്തേതൊരു ട്രിപ്പ് വീഡിയോ ആണ്. ഓണം വെക്കേഷൻ ആയതുകൊണ്ട് അമ്മയുടെ ഫാമിലിയിൽ നിന്ന് എല്ലാവരുമായിട്ട് മങ്കായത്ത് ട്രിപ്പ് പോയി. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളൊരു 12:30 ഒക്കെ ആയപ്പോൾ അവിടെ എത്തി. 3 കാറിലായിട്ടാണ് പോയത്. അങ്ങനെ അവിടെ പോയപ്പം അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. എനിക്കൊന്ന് വെക്കേഷൻ ടൈം ആയതുകൊണ്ടായിരിക്കാം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീനാക്ഷിയുടെ ബർത്ത്ഡേ ആയിരുന്നു. സോ കേക്കൊക്കെ അവിടെ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ആദ്യം പീക്രികൾക്ക് തന്നെയാണ് കൊടുത്തത്. എല്ലാവരും അതിനകത്തുള്ള ചെറി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഞങ്ങളൊരു ഉച്ചയായി അവിടെ എത്തിയപ്പം കുറച്ച് ലേറ്റായി വീട്ടിൽ നിന്ന് തിരിച്ചപ്പോൾ, അതാണ് ലേറ്റായി പോയത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയി. ആ പോകുന്ന വഴി കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ വീഴും. അങ്ങനെ കല്ല്, പാറ അതൊക്കെ ഉള്ളതാണ് ആ വഴി. പല പല വഴി കൂടെ നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാം. നമ്മൾ ഒരു വഴി ചൂസ് ചെയ്ത് അതിലേക്കൂടെ അങ്ങ് ഇറങ്ങിയെന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒരു മേളിൽ നിന്ന് ഇങ്ങനെ വാട്ടർഫോൾ പോലെ വരുന്ന ആ ഒരു വ്യൂവിന്റെ സൈഡിലാണ് ഞങ്ങൾ പോയത്. എക്സ്ട്രാ ഡ്രസ്സും കൂടി കൊണ്ടുപോകണമായിരുന്നു, പക്ഷെ ഞാൻ കൊണ്ടുപോയില്ല. നിധിക്കൂട്ടിന് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്ട്രാ ഡ്രസ്സ് എടുത്തില്ല. സോ ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല. ജസ്റ്റ് കാല് മാത്രം നനച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. നമുക്ക് ഡ്രസ്സ് നനഞ്ഞാൽ ചേഞ്ചിങ് റൂമുണ്ട്, വാഷ്റൂം ഉണ്ട്, എല്ലാം ഫെസിലിറ്റീസും അവിടെ തന്നെ ഉണ്ട്. ഭയങ്കര വെള്ളമൊന്നും ഇല്ലായിരുന്നു, എങ്കിലും നമ്മൾക്ക് പിള്ളേർക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്ന രീതിക്കുള്ള വെള്ളമായിരുന്നു. പിന്നെ പാറയെല്ലാം കുറച്ച് സ്ലിപ്പറി ആയിരുന്നു, പക്ഷെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വീഴും, ആ രീതിക്കായിരുന്നു. അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് നിധിക്കൂട്ടിന് പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊന്നല്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈ വിട്ട് അങ്ങ് ഓടിപ്പോവും. എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിർത്തണം, അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെ കുറെ നേരം വെള്ളത്തിലൊക്കെ ഇരുന്നു. ഭാഗ്യത്തിന് മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇപ്പൊ മഴ പെയ്യും അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. പക്ഷെ അങ്ങനെ മഴ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ നിന്നു. എക്സ്ട്രാ ഡ്രസ്സ് കൊണ്ടുവന്നവരൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കളിച്ചു. ഞാൻ മാത്രം കൊണ്ടുപോകാത്തോണ്ട് ഇറങ്ങിയില്ല. ഞാനും അമ്മയൊന്നും ഡ്രസ്സ് എക്സ്ട്രാ എടുത്തിട്ടില്ലായിരുന്നു. സോ ഞാൻ ഇറങ്ങിയതേ ഇല്ല. കാരണം എൻ്റെ ഡ്രസ്സ് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് അതെങ്ങാനും നനഞ്ഞാൽ പിന്നെ കുറേ ടൈം എടുക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഇറങ്ങിയതേ ഇല്ല. നിധിക്കുട്ടൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഡ്രസ്സൊക്കെ നനച്ച് ഫുൾ ഒരു പരുവാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും വിശന്ന ടൈം ആയപ്പം ഇങ്ങ് കയറി. അവിടെ തന്നെ നമ്മൾക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലോ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കൊണ്ടുവന്ന് അവിടെ വെച്ച് എല്ലാവരുമായിട്ട് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഒരു 3 മണി 3:30 ആയപ്പം അവിടെ നിന്ന് തിരിച്ചു. അപ്പൊ അത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞു ട്രിപ്പ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. ബൈ ബൈ.